ഇരട്ടത്താപ്പ് നയം. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നതല്ല, അവിടെ അമിത്ഷായും മോഡിയും പറയുന്നത്. തടസ്സം നേരിടുകയും അവരുടെ മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് അതിയായ സന്തോഷം. ഡൽഹിയിലും കേരളത്തിലുടനീളവും നമസ്കാരം. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന് പിന്നാലെ ഈ ഒരു വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. അതുകൂടാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് 3 രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയാണ്. എന്തായാലും ഇക്കഴിഞ്ഞ മണിക്കൂറിൽ BJP സംസ്ഥാന നേതാവ് നമ്മളോട് പ്രതികരിച്ചത് ഇത് ഞങ്ങളുടെ ക്രെഡിറ്റാണ്, അവരുടെ ശ്രമഫലമായാണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ, ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നതിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് എന്നാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ക്രെഡിറ്റ് വിഷയവും ഉയർന്നു വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഒടുവിൽ 9ാം ദിവസം ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയോ, കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയോ എന്നുള്ള ചോദ്യമാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പല്ല, കോൺഗ്രസിന്റെ മതേതരത്വം വിളിച്ചോതുന്ന വാക്കുകളാണ്. രാഷ്ട്രീയ മുതലെടുപ്പ് ഒരിക്കലുമല്ല. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയത് BJP ആണ്. ഇരട്ടത്താപ്പ് നയം. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നതല്ല, അവിടെ അമിത്ഷായും മോഡിയും പറയുന്നത്. ഞങ്ങൾ അത്തരത്തിലല്ല. കേരളത്തിലും കേന്ദ്രത്തിലും MP-മാരടക്കം സുശക്തമായ പോരാട്ടം ഇതിനുവേണ്ടി നടത്തിയത് ഞങ്ങളുടെ മതേതരത്വത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ചു, എന്താണ് പറയാൻ? കോൺഗ്രസിന് എന്താണ്? കോൺഗ്രസിന് വളരെ സന്തോഷമുണ്ട്. അവരെ ചേർത്ത് നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. ഇവരുടെ മതേതരത്വത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ, മോഡിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയും അവരുടെ മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി, ജില്ലാധ്യക്ഷയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഞങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിയത്. BJP ഈ ഒരു വിഷയത്തിൽ ആദ്യമെടുത്ത നിലപാടിനെ എങ്ങനെയാണ് നോക്കുന്നത്? ആദ്യമെടുത്ത നിലപാട് ഇവർ തികച്ചും അവിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുകയും അത് മുൻകാലങ്ങളിൽ അവർ വിചാരിച്ച രീതിയിൽ വർഗീയത ഇളക്കിവിടാൻ സാധിക്കും എന്ന് അവർ കരുതി. അത് തെറ്റായ ധാരണയായിരുന്നു. അതിന് സമയോചിതമായ ഇടപെടൽ കോൺഗ്രസ് പ്രതിപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും കേരളത്തിലുടനീളവും രാജ്യത്തിലുടനീളം അത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയതുകൊണ്ടാണ് ഇത്തരത്തിൽ നിലപാട് മാറ്റേണ്ട അവസ്ഥ BJPക്ക് ഉണ്ടായത്. ഈ ഒരു വിഷയത്തിൽ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കാരണം ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ഒരു BJP സംസ്ഥാന നേതാവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് അവരുടെ കഴിവാണ്, അവർക്ക് കിട്ടിയ ഒരു ക്രെഡിറ്റ് ആണ് എന്നാണ് പറയുന്നത്. അവരെല്ലാവരും ക്രെഡിറ്റിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷയും ജനങ്ങളുടെ മതേതരത്വവും ഏറ്റെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം. ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല. കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായാണല്ലേ ഇത് ലഭിച്ചത്? തീർച്ചയായും. ഡൽഹിയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ ദിവസവും ഇതിനുവേണ്ടി പോരാട്ടം നടത്തി. ഞങ്ങളുടെ KPC പ്രസിഡന്റ് ഇന്ന് അവിടെ ഛത്തീസ്ഗഡിൽ പോയി അവരുടെ ഭവനത്തിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി KPC പ്രസിഡന്റ് അവിടെ പോയിട്ടുണ്ട്. നേരത്തെ AICCയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സാർ അവിടെ പോയിരുന്നു. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം MP അഡ്വക്കേറ്റ് ജെബി മേത്തർ അവിടെ ഇന്നലെ ചെന്നിരുന്നു. അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ മതേതരത്വത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കണം, അങ്ങനെ കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ള മെസ്സേജ് താഴെത്തട്ടിലോട്ട് എത്തിക്കുക എന്നുള്ള, നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ അത് പ്രതിഷേധിക്കാനും അവരെ കൂട്ടിച്ചേർത്ത് നിർത്താനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഏതൊരു വിഷയം ഉണ്ടായാലും അതിനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി കാണുന്ന ഒരു പ്രവണതയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.